ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ സീപോർട്ട് എയർപോർട്ട് റോഡിന് വളരെ അടുത്തായിട്ടാണ്. സീപോർട്ട് എയർപോർട്ട് റോഡിലുള്ള നൈപുണ്യ സ്കൂൾ എല്ലാവർക്കും അറിയുന്നതാണ്. നൈപുണ്യ സ്കൂളിൽ നിന്നും വെറും 4 കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. അപ്പൊ നമുക്ക് സെയിം ടൈം നിങ്ങളൊന്ന് എലിവേഷൻ ഒന്നും കണ്ടോളൂ. ഞാനിപ്പോൾ ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസ് പറയാം. സീപോർട്ട് എയർപോർട്ട് റോഡിലുള്ള സൺറൈസ് ഹോസ്പിറ്റലിൽ നിന്ന് നോക്കുവാണെങ്കിൽ 5.3 കിലോമീറ്റർ. സീപോർട്ട് റോഡിൽ തന്നെയുള്ള ഭാരതമാതാ കോളേജ് എല്ലാവർക്കും അറിയാം. അവിടെ നിന്ന് വെറും 4.5 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പോകണമെങ്കിൽ വെറും 7.3 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. കാക്കനാട് കളക്ടറേറ്റ് ആണ് മെയിൻ സെന്റർ. അവിടേക്ക് വെറും 5.8 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. ഇടപ്പള്ളി സൈഡിലേക്ക് പോകണമെങ്കിൽ 10 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് ഈസി ആയിട്ട് എത്താം. വെറും 19 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുടെയും ആരാധനാലയങ്ങൾ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലുകൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. സൺറൈസ് ഹോസ്പിറ്റലിലേക്ക് വെറും 5.3 കിലോമീറ്ററും മെഡിക്കൽ കോളേജിലൊക്കെ ആണെങ്കിൽ 2 കിലോമീറ്ററിൽ താഴെയും മാത്രമാണ് ദൂരം വരുന്നത്. വിദ്യോദയ സ്കൂൾ വളരെ അടുത്താണ്. 1.4 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. 4.300 സെന്റ് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റിൽ ചെയ്തിരിക്കുന്ന 4 ബെഡ്റൂമുള്ള ഒരു മനോഹരമായ വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്നത്. വീടിരിക്കുന്നത് തന്നെ നല്ല കരവായിട്ടുള്ള എൽ ഷേപ്പ് വരുന്നത് പോലുള്ള അതേപോലത്തെ റോഡ് വരുന്ന ലാൻഡിന്റെ അടുത്തായിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഒരു വീട് 2 വഴികൾ ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട് ഫേസ് ആയിട്ടുള്ള ഈ വഴിയും സൈഡ് ഫേസും അങ്ങനെ ഷേപ്പുള്ള ഒരു ലാൻഡിൽ വീടിരിക്കുന്നത് കാണുവാൻ തന്നെ നല്ല ഭംഗിയാണ്. ഒരു വില്ല പ്രൊജക്റ്റ് ആണിത്. നിറയെ വീടുകളാണ് ചുറ്റിലും ഉള്ളത്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം. റോഡൊക്കെ നല്ല വീതിയുള്ള റോഡാണ്. 2 വണ്ടികൾക്ക് സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കടന്നു പോകാവുന്ന ദൂരത്തിലാണ്, കടന്നു പോകാവുന്ന വിഡ്ത് ഇട്ടിട്ടാണ് റോഡ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് വീടിന്റെ മതിലിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ ഒരു സൈഡിൽ നിന്നാണ് നമ്മുടെ വീട് സ്റ്റാർട്ട് ചെയ്തത്. റോഡ് ഫേസ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. യെല്ലോ കളറും വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് മതിൽ ചെയ്തിരിക്കുന്നത്. ടെക്സ്റ്റർ വർക്കാണ് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. ടെക്സ്റ്റർ വർക്ക് തന്നെ 2 ഷെയ്ഡ് വരുന്നുണ്ട്. മിഡിൽ പോർഷനിലൊക്കെ ആയിട്ട് സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്തൊക്കെ GA പൈപ്പിന്റെ നല്ലൊരു വർക്കുമാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ പില്ലറുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഭംഗിയായിട്ടുള്ള ഷോ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് ഒക്കെ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു സൈഡിലേക്ക് കറങ്ങി ഇപ്പോൾ വീടിന്റെ ഒരു ഫ്രണ്ട് പോർഷനിലേക്കാണ് വന്നിരിക്കുന്നത്. അവിടെ ലാസ്റ്റും അതിൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഗേറ്റ് വെച്ചിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടാണ്. നമുക്ക് 2 സൈഡിലേക്ക് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലാണ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. 2 സൈഡിൽ നിന്ന് നമുക്ക് സ്ലൈഡ് ചെയ്ത് മിഡിൽ പോർഷനിൽ ഗേറ്റ് കൊണ്ട് വെക്കാവുന്നതാണ്. വീടിന്റെ എലിവേഷൻ നിങ്ങൾ നോക്കിക്കോളൂ. വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ വർക്കുകൾ വരുന്നുണ്ട്. ടെക്സ്റ്റർ വർക്കുകൾ വരുന്നുണ്ട്. ഫ്രണ്ട് പോർഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടാണ് വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഓൾറെഡി കണ്ടതുകൊണ്ട് ഞാൻ കൂടുതൽ പറഞ്ഞ വീഡിയോയുടെ ലെങ്തിന് ആക്കുന്നില്ല. നമുക്ക് 2 സൈഡിലൂടെ ഈ വീട്ടിനകത്തേക്ക് എൻട്രി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഗേറ്റ് 2 സൈഡായിട്ടാണ് തുറന്നു വെച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വഴി തന്നെ അകത്തേക്ക് കയറാം. ഗേറ്റിന്റെ ആ ഒരു മെയിൻ എൻട്രൻസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്കറിയാം, ഗേറ്റ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അടയ്ക്കാവുന്ന രീതിയിലാണ്. നമ്മളുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ചിട്ട് നമുക്ക് ഏത് സൈഡിലേക്ക് വേണമെങ്കിലും സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലാണ് ഗേറ്റ് ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ അകത്തേക്ക് കടന്നു വരുന്ന സമയത്ത് നമുക്ക് വിശാലമായ ഒരു മുറ്റമാണ് ഇവിടെ കിട്ടുന്നത്. മുറ്റം കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ സ്റ്റോൺസ് വിരിച്ചിട്ട് ഗ്രാസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ കാണുന്ന ഈ പോർഷനെ കുറച്ച് ഡിഫറെന്റ് ആയ സ്റ്റോണുമാണ് വിരിച്ചിരിക്കുന്നത്. നമ്മൾ നേരെ കടന്നു വന്നിട്ട് നമുക്കൊന്ന് ലെഫ്റ്റ് സൈഡിലൂടെ പോയി നോക്കാം. ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്തായിട്ട് നമുക്ക് ഇവിടെ ഒരു കാറിന് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ടോട്ടൽ ഇവിടുത്തെ പാർക്കിംഗ് സ്പേസ് നോക്കുവാണെങ്കിൽ 2 വലിയ കാറുകൾക്ക് പാർക്ക് ചെയ്യാം. അതുകൂടാതെ ഒരു ചെറിയ കാർ കൂടി നമുക്ക് പാർക്ക് ചെയ്യാം. അതുകൊണ്ട് 3 കാറുകൾക്ക് വരെ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. വീടിനകത്തേക്ക് കയറിയിട്ട് നമ്മൾ നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് ഈ ഒരു ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ഇവിടെയായിട്ടാണ് കിണർ വരുന്നതും അതുപോലെ തന്നെ KWയുടെ കണക്ഷൻ ഓൾറെഡി എടുത്തിട്ടിട്ടുണ്ട്. വാട്ടറിന്റെ മീറ്റർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് കിണർ വരുന്നത്. വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. വാസ്തുപരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഗ്യാസ് സിലിണ്ടർ വെക്കാനായിട്ട് ചെറിയൊരു കേജ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തൊക്കെ നോക്കിയാൽ കാണാം കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു വോള്
ഭംഗിയായിട്ട് ക്ലാഡിംഗ് സ്റ്റോൺസിലാണ് ചെയ്തിരിക്കുന്നത്. ചെടികളൊക്കെ അവിടെ നട്ടുവെച്ചിട്ടുണ്ട്. കുറച്ചൊരു ബ്യൂട്ടിഫിക്കേഷൻ വർക്കും കൂടിയാണ് ഇനി അവിടെ ചെയ്യാനുള്ളത്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലൊരു വർക്ക് ഏരിയ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്ക് കിച്ചണിൽ നിന്ന് വരുന്ന സമയത്ത് അത് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. വീടിന്റെ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ നമുക്ക് നേരെ റൈറ്റിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇവിടെയാണ് രണ്ടാമത്തെ കാറിനുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടുന്നത്. ടോട്ടൽ ഞാൻ നോക്കുവാണെങ്കിൽ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കണ്ടോളൂ. അവിടെ നിന്ന് നീളത്തിലുള്ള സ്പേസ് വന്നിട്ട് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ നമുക്ക് അത്യാവശ്യം ഒരു മൂന്നാമതൊരു കാർ കൂടി വന്നാലും പുറത്ത് രണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്കൊക്കെ നമ്മൾ വരുന്ന സമയത്ത് നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല വിട്ടാണ് ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് കിട്ടുന്നത്. ചെറിയ ചെടിച്ചട്ടികളിലായിട്ട് പ്ലാന്റ്സ് ഒക്കെ വെച്ച് ഭംഗിയായിട്ടാണ് ഈ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ടൊക്കെ വരുന്തോറും കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് വീടിന്റെ സൈഡ് വഴി നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇവിടെ നോക്കിയാലും ഫ്ലോർ നോക്കിക്കോളൂ, കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺ ആണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു വഴി ചെന്ന് എൻഡ് ചെയ്ത് നിൽക്കുന്ന അവിടെ നിന്നാണ് വർക്ക് ഏരിയയുടെ ഓപ്പോസിറ്റ് ഡോറ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. വീതിയായിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ഉണ്ട്. നല്ല നീളവും കിട്ടുന്നുണ്ട്. 3 ചെയറുകൾ പ്ലേസ് ചെയ്യാനുള്ള അത്രയും സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. രണ്ട് ഭാഗത്തായിട്ട് രണ്ട് വലിയ പില്ലറുകളാണ് കിട്ടുന്നത്. അതിന്റെ താഴെയൊക്കെ മണ്ണിട്ടിട്ട് ചെറിയ ഭംഗിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഒറിജിനൽ പ്ലാന്റ്സ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. സ്റ്റെപ്പ് ഒക്കെ ഗ്രാനൈറ്റ് ആയിട്ടും ഈ ഭാഗത്ത് ഭംഗിയായിട്ടുള്ള വലിയ ഗ്രാനൈറ്റ് വൈറ്റ് കളറുമാണ് ഇട്ടിരിക്കുന്നത്. മുകളിൽ കാണുന്ന ഈ ഒരു ഭാഗത്ത് സെപ്പറേറ്റ് കളർ പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ചെറിയ LED ബൾബുകൾ ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്ത് വലിയ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ വെഹിക്കിൾസിനുള്ള ചാർജിംഗ് പോയിന്റ് അവിടെയാണ്. ഞാൻ ജസ്റ്റ് പറയാൻ വിട്ടുപോയി. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് അകത്തേക്ക് വണ്ടി കയറ്റി ഇട്ട് കഴിഞ്ഞാൽ അവിടെയാണ് ഈ വെഹിക്കിൾസിനുള്ള ചാർജിംഗ് പോയിന്റ് കിട്ടുന്നത്. വീടിന്റെ മെയിൻ ഡോറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആഞ്ഞിലിയിലും പ്ലാവിലും ഒക്കെ ആയിട്ടാണ് ഡോറുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള ഡിസൈനിലാണ്. നോർത്ത് ഫേസിംഗ് ആയിട്ടാണ് ഡോർ വരുന്നത്. വടക്കോട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം കൊടുത്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. നല്ല ഭംഗിയായിട്ടുള്ള ടൈലാണ് ഫ്ലോറിൽ വിരിച്ചിരിക്കുന്നത്. വൈറ്റ് കളറാണ്. മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള ടൈലാണ്. ഇടയ്ക്ക് ചില ഡിസൈൻ ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ ഡോർ തുറന്ന് വരുന്ന സമയത്ത് ഈ ഭാഗത്തായിട്ട് 2 വിൻഡോസും അവിടെ 3 വിൻഡോസും ആണ് കിട്ടുന്നത്. പുറത്തേക്ക് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ വുഡ് കൊണ്ട് തന്നെയാണ് കവർ ചെയ്ത് പോയിരിക്കുന്നത്. വൈറ്റ് കളർ നല്ല ഭംഗിയായിട്ടാണ് ഡോറുകളും വിൻഡോകളും എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഡോർ തുറന്ന് നേരെ വരുമ്പോൾ ഇവിടെയായിട്ടാണ് നമുക്ക് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ തന്നെ ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. താഴെയൊക്കെ നിറയെ ഷെൽഫ് ഫെസിലിറ്റികൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. TV മീറ്റർ ഇവിടെയാണ്. സ്വിച്ചസും കേബിളൊക്കെ നോക്കുവാണെങ്കിൽ ഫിനോലെക്സിലും GM-ലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 3 ഫേസ് കണക്ഷൻ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നേരെ റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത യാതൊരു വർക്കുകളും ചെയ്തിട്ടില്ല. അത്യാവശ്യത്തിന് മാത്രമുള്ള LED സ്ട്രിപ്പുകളും LED ബൾബുകളുമാണ്. അത് തന്നെ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഒരു ലെങ്ത്തും വിഡ്ത്തും ഒക്കെ ഉള്ള ഒരു ഏരിയയാണ് ലിവിംഗ് സ്പേസിനായിട്ട് നമുക്ക് കിട്ടുന്നത്. ലിവിംഗിൽ നിന്ന് നമ്മൾ നേരെ അകത്തേക്ക് വരുന്ന സമയത്ത് എൻട്രൻസും നല്ല ഭംഗിയായിട്ട് ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് ചെറിയ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ വയ്ക്കാൻ യൂസ് ചെയ്യാം. ചെറിയ ബൾബും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നേരെ വരുന്ന സമയത്ത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നല്ല ഭംഗിയായിട്ടാണ് സ്റ്റെയർ കേസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ്. നിറയെ ഹാൻഡ് റെയിൽസ് എല്ലാം കൊടുത്ത് സേഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പിന്റെ താഴെയുള്ള ഭാഗം നോക്കുവാണെങ്കിൽ അവിടെ നമുക്ക് ഇൻവെർട്ടർ വെക്കാനും സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിൽ ഇതുപോലെ 2 ഡോറുകളായിട്ടൊക്കെ തിരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ചെറിയ സ്പേസ് കിട്ടുന്നുണ്ട്. അവിടെ നമുക്ക് എന്ത് ആവശ്യത്തിന് വേണമെങ്കിലും യൂസ് ചെയ്യാം. അയൺ ടേബിൾ വെക്കാൻ നിങ്ങൾക്ക് എന്ത് പർപ്പസിന് യൂസ് ചെയ്യാൻ ചെറിയ പ്ലഗ് പോയിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. വാഷ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. സാനിറ്ററി എക്യുപ്മെന്റ്സും അതുപോലെ തന്നെ വാഷ് ബേസിൻ എല്ലാം സൊമാനി ബ്രാൻഡിന്റെയാണ് വെച്ചിരിക്കുന്നത്. ചെറിയൊരു സെപ്പറേറ്റ് ആയിട്ടൊരു ഏരിയയിൽ മൾട്ടിവുഡിനകത്താണ് ഇത് വെച്ചിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ടൈൽ ഒട്ടിച്ചിട്ട് മിറർ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് ഇത് വെച്ചിരിക്കുന്നത്. താഴെ നോക്കുവാണെങ്കിലും കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ കടന്നു വന്നത്. ഡൈനിങ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് ഈ ഭാഗത്ത് ഭംഗിയായിട്ട് ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട്. വീടിനകത്ത് ഇതുപോലെ പില്ലർ വരുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അങ്ങനെയുള്ള വീടുകൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഭംഗിയായിട്ട് ഡിസൈനിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഡൈനിങ്ങിനായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഏരിയ ഇതാണ്. വളരെ വലിയൊരു ഏരിയ തന്നെ കിട്ടുന്നുണ്ട്. 10 പേരെ നമുക്ക് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഡൈനിങ് ഹാളിലേക്കുള്ള വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഭാഗത്ത് 3 വിൻഡോസും അവിടെ വേറെ 3 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ ഈ ഭാഗത്തായിട്ട് കുറച്ച് ഡിഫറെന്റ് ആയ മോഡല് ഇങ്ങനെയും നമുക്ക് ഓപ്പണിംഗ് ആണ് കിട്ടുന്നത്. എയർ ഹോൾസ് പ്രോപ്പർ ആയിട്ട് എല്ലായിടത്തും തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ റൂഫിൽ നോക്കുവാണെങ്കിലും നമ്മൾ കടന്നു വന്നത് അവിടെ നിന്നാണ്. അവിടെ നിന്ന് തുടങ്ങി ഡൈനിങ് ഹാളിന്റെ റൂഫ് ഇവിടെ വരെ നോക്കുവാണെങ്കിൽ യാതൊരു തരത്തിലും ആവശ്യമില്ലാത്ത വർക്കുകളോ പ്രൊജക്ഷനോ ഒന്നും വന്നിട്ടില്ല. സിമ്പിൾ ആയിട്ടുള്ള LED സ്ട്രിപ്പുകളുടെ വർക്കുകൾ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുമാണ് അത് കൊടുത്തിരിക്കുന്നത്.
ലിവിംഗ് സ്പേസ് കണ്ടു, ഡൈനിങ് സ്പേസ് കണ്ടു. നമുക്കിനി ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. അത് കാണുന്നതിന് മുമ്പ് അടുത്ത് വരുന്നത് കിച്ചൺ ആയതുകൊണ്ട് അത് തന്നെ കണ്ടിട്ട് പോകാം. കിച്ചൺ നോക്കുവാണെങ്കിൽ ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കത് ക്ലോസ് ചെയ്യണമെങ്കിലും അതിനുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. എൻട്രൻസ് മൾട്ടിവുഡിൽ ചെയ്തിട്ട് ഇവിടെയൊക്കെ ആയിട്ട് ഷെൽഫ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചെറിയ LED ബൾബുകളാണ് ഇവിടെയെല്ലാം ഇട്ടിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് ഒരു 4 പേർക്കൊക്കെ കണ്ടീഷൻ കൂടാതെ നിന്ന് മാനേജ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. കിച്ചന്റെ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഗ്ലോസി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്, ലാമിനേഷൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ 2 ലെയർ കിട്ടുന്നുണ്ട്, താഴെ ഒരു ലെയറിലും നല്ല രീതിയിൽ തന്നെ നമുക്ക് സ്റ്റോറേജ് കപ്പാസിറ്റി കൊടുത്തിട്ടാണ് കിച്ചൺ ക്യാബിനറ്റ്സ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് ഈ ഭാഗത്ത് 3 എണ്ണം കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഇവിടെയും 3 വിൻഡോസ് ആണ് ചെയ്തിരിക്കുന്നത്. സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത് ഈ ഭാഗത്താണ്. ടോപ്പ് പോർഷൻ നോക്കുവാണെങ്കിൽ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ സ്ഥാനം വന്നിട്ട് നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈസ്റ്റിലോട്ട് തിരിഞ്ഞു നിന്ന്, കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് നമുക്ക് ഗ്യാസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാനും കുക്ക് ചെയ്യാനും പറ്റുന്ന രീതിയിലാണ് ഇവിടെ കണക്ഷൻസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. വാസ്തുപരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിലും LED സ്ട്രിപ്പുകളുടെ വർക്കുകളും LED ബൾബുകളും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. കിച്ചണിൽ നിന്നുള്ള ഡോർ തുറന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. ഭംഗിയായിട്ടുള്ള ടൈലാണ് വർക്ക് ഏരിയയിൽ വിരിച്ചിരിക്കുന്നത്. ലെങ്തി ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അത് നന്നായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. മുകളിൽ കവർ ചെയ്തിട്ടുണ്ട്, സൈഡിലും കവർ ചെയ്തിട്ട് സേഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ ഒക്കെ നമുക്ക് ഇവിടെ വെക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും കൂടെ ഉണ്ട്. നല്ലൊരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. 2 സൈഡിലും ഡോറുകളൊക്കെ വെച്ച് സേഫ് ആയിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഡൈനിങ് ഹാളിലാണ് നിൽക്കുന്നത്. ഡൈനിങ് ഹാളിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ബെഡ്റൂം വരുന്നത്. താഴെ നമുക്കൊരു ബെഡ്റൂം ആണ് കിട്ടുന്നത്. ഭംഗിയായിട്ടുള്ള വൈറ്റ് കളർ പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, മരങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ആഞ്ഞിലിയിലും പ്ലാവിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. സൈസ് നോക്കുവാണെങ്കിൽ 14-10 ഫീറ്റ് ആണ് വരുന്നത്. ഇവിടെ 3 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് 3 വിൻഡോസ് വരുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ ബോർഡർ ലൈനുകളിൽ മാത്രമാണ് പ്രൊജക്ഷൻ വെച്ചിട്ട് അവിടെ വലിയ LED ബൾബുകളും ചുറ്റിനും നോക്കുവാണെങ്കിൽ LED സ്ട്രിപ്പുകളും കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഡ്രസ്സിംഗ് ടേബിളോട് കൂടി അറ്റാച്ച് ചെയ്തിട്ടാണ് വലിയൊരു വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. മിറർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെയും മുകളിലും ഒക്കെ നോക്കിയാൽ ഒരുപാട് സ്റ്റോറേജ് ചെയ്യാവുന്ന രീതിയിൽ വലിയ കബോർഡ് തന്നെയാണ്. വുഡൻ കളർ തന്നെയാണ് അതിന് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഡോറിന്റെ ഡിസൈൻ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് ടൈലുകൾ ചെയ്തിരിക്കുന്നത്. സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ സൊമാനിയുടെയാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ് വന്ന് നിൽക്കുന്നത്. വന്ന വഴിയിലൊക്കെ ഫുഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസും ആണ് കിട്ടുന്നത്. സ്ട്രേറ്റ് വന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു വലിയ ഹാളാണ് കിട്ടുന്നത്. ഹാള് എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയ സ്പേസ് ആണ് കിട്ടുന്നത്. ഒതുങ്ങിയ ഒരു ചെറിയ സ്പേസ്. ഈ ഒരു ഷേപ്പിലാണ് അത് കിടക്കുന്നത്. അതിന് നേരെ മുകളിലേക്ക് നോക്കുവാണെങ്കിൽ കാണാം പെർഗോള മോഡൽ ഓപ്പണിംഗ് ചെയ്തിട്ട് അവിടെ ഗ്ലാസ് ഇട്ടിട്ട് നമുക്ക് സ്കൈ കാണാൻ പറ്റുന്നുണ്ട്. ചുറ്റിനും LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു 4 BHK വീടാണ്. താഴെ ഒരു ബെഡ്റൂം ആണ് നമ്മൾ കണ്ടത്. മുകളിൽ നമുക്കിനി 3 ബെഡ്റൂമുകൾ കാണാനുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂം ആണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. ലെങ്ത് വൈസ് ഒക്കെ നോക്കുവാണെങ്കിൽ വളരെ നല്ല ലെങ്തി ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം കിടക്കുന്നത്. അളവ് നോക്കുവാണെങ്കിൽ 16-8 ഫീറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടെ വിൻഡോസ് വരുന്നുണ്ട്. ബാക്കിയുള്ള വിൻഡോസ് ഈ ഭാഗത്താണ് വരുന്നത്. വിൻഡോയുടെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് വാർഡ്രോബ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ സ്റ്റോറേജ് കിട്ടുന്ന രീതിയിൽ വലിയൊരു വാർഡ്രോബാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഡോറുകളുടെ എല്ലാം പാറ്റേൺ ഇതുപോലെ സെയിം ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിനകത്ത് നോക്കുവാണെങ്കിൽ ടൈലുകൾ വന്നിട്ട് ഗ്രേ കളറിലും ബ്രൗൺ കളർ കോമ്പിനേഷനിലൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഫ്ലോറിൽ നല്ല ഗ്രിപ്പുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. വോളിലൊക്കെ വന്നിട്ട് ഭംഗിയായിട്ടുള്ള ഗ്ലോസി ടൈപ്പ് ടൈലുമാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെയായിട്ട് യൂട്ടിലിറ്റി സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. യൂട്ടിലിറ്റി ഏരിയ നോക്കുവാണെങ്കിൽ ചെറിയൊരു സ്പേസ് ആണ്. വാഷിംഗ് മെഷീൻ വെക്കാനൊക്കെയുള്ള പൈപ്പ് കണക്ഷനും വേസ്റ്റ് വാട്ടർ ലൈനും എല്ലാം നമുക്ക് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് ഇവിടെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനും യൂസ് ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു റൂം യൂസ് ചെയ്തിരിക്കുന്നത്. 2 സൈഡിലായിട്ട് ഗ്രില്ല് ഫെസിലിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡോർ തുറന്ന് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് സ്റ്റെയർ കേസ് ആണ് മുകളിലേക്ക് പോകാനുള്ളത്. അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട്.
ടെറസിലേക്കുള്ള സ്റ്റെയർകേസ് കയറി പോകുന്ന സമയത്ത് നിങ്ങൾക്ക് സൈഡ് നോക്കുവാണെങ്കിലും മുകളിൽ നോക്കുവാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. വെയിലും മഴയൊന്നും കൊള്ളാതെ റൂഫിൽ വരെ എത്താവുന്ന സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. യൂട്ടിലിറ്റി സ്പേസ് കണ്ടു കഴിഞ്ഞ് നമ്മൾ ഇനി മൂന്നാമത്തെ ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത്. ഡോറുകളെല്ലാം സെയിം മോഡലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 14-10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 3 വിൻഡോസ് ഉണ്ട്. ബാക്കിയുള്ള 3 വിൻഡോസ് ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബുകൾ നോക്കുവാണെങ്കിലും നമ്മൾ നേരത്തെ കണ്ട സെയിം മോഡൽ തന്നെയാണ്. ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി അറ്റാച്ച് ചെയ്തിട്ട് നല്ല സൗകര്യത്തിൽ ഒരുപാട് സ്റ്റോറേജ് കപ്പാസിറ്റി കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളാണ്. LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിനകത്തെ ടൈലുകൾ നോക്കുവാണെങ്കിൽ ഗ്രേ കളർ തന്നെയാണ്. വോളിൽ നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ടൊരു റെഡ് ഡിസൈൻ ഒക്കെ വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എല്ലായിടത്തും ഒരേ ബ്രാൻഡ് തന്നെയാണ്, സൊമാനി ബ്രാൻഡിന്റെ തന്നെയാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിനി കാണാനുള്ളത് ഫൈനൽ ആൻഡ് ഫോർത്ത് ബെഡ്റൂം ആണ്. ഈ ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്തും അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂം സൈസ് വന്നിട്ട് 13-10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സ്ട്രെയിറ്റ് വരുമ്പോൾ ഇവിടെ 3 വിൻഡോസും ബാക്കിയുള്ള വിൻഡോസും ഇവിടെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. നാലാമത്തെ ബെഡ്റൂമിലും ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ആണ് കിട്ടുന്നത്. റൂഫിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ബോർഡർ ലൈനുകളൊക്കെ നോക്കുവാണെങ്കിൽ LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ 2 വിൻഡോസ് കണ്ടു. ഇവിടെയായിട്ട് നമുക്ക് ചെറിയൊരു ഡോറ് കിട്ടുന്നുണ്ട്. ഡോർ തുറന്നാൽ നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ബാൽക്കണിയാണ്. അതിന്റെ ഹാൻഡ് റൈൽസ് പിടിപ്പിച്ചിട്ടില്ല. ആ ഒരു വർക്കും കൂടിയാണ് പെൻഡിങ് ഉള്ളത്. വീടിന്റെ ഫ്രണ്ട് വ്യൂ കിട്ടുന്ന ഒരു ബാൽക്കണിയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്താൽ കിട്ടുന്നത്. നാലാമത്തെ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രേ ആൻഡ് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് നല്ല ഭംഗിയായിട്ടാണ്. എന്താണ് കളർ പറയാന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. നല്ല ഭംഗിയുള്ള കളറാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഡിസൈനുകളൊക്കെ വെച്ചിട്ട് ഗ്ലോസി ആയ ടൈലാണ്. വോളിൽ ഫ്ലോർ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഗ്രിപ്പുള്ള ടൈലുമാണ് കൊടുത്തിരിക്കുന്നത്. നാലാമത്തെ ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്കിനി ബാൽക്കണിയാണ് കാണാനുള്ളത്. 2 സ്റ്റെപ്പ് മുകളിലേക്ക് കയറിയിട്ട് ഇതേ മോഡലിലാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ വലിയൊരു ബാൽക്കണി തന്നെയാണ് കിട്ടുന്നത്. നല്ല വലിയൊരു ബാൽക്കണി സ്പേസ് ഉണ്ട് ഇവിടെ. പക്ഷെ നമുക്കത് കവർ ചെയ്യാനുള്ള വർക്കുകൾ മാത്രമാണ്, ഹാൻഡ് റെയിൽസ് പിടിപ്പിക്കാനുള്ള വർക്ക് മാത്രമാണ് ഇനി പെൻഡിങ് ആയിട്ടുള്ളത്. മുകളിലൊക്കെ ചെറിയ LED ബൾബുകളൊക്കെ കൊടുത്തിട്ട് ഫ്രണ്ട് വ്യൂ ആയിട്ടാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് നിങ്ങളെ മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തിയ വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിന് വളരെ അടുത്തായിട്ടാണ്. അവിടെ സ്ഥിതി ചെയ്യുന്ന നൈപുണ്യ സ്കൂൾ ആണ് എല്ലാവർക്കും അറിയുന്ന ലാൻഡ്മാർക്ക്. കാക്കനാട് സീപോർട്ട് റോഡിലുള്ള നൈപുണ്യ സ്കൂളിൽ നിന്നും വെറും 4 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. സൺറൈസ് ഹോസ്പിറ്റലിലേക്ക് 5.3, ഭാരതമാതയിലേക്ക് 4.5, ഇൻഫോ പാർക്കിലേക്ക് 7.3, കളക്ടറേറ്റ് ആണ് കാക്കനാട് പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്നത്. കളക്ടറേറ്റിൽ നിന്നും വെറും 5.8 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. അടുത്ത സ്കൂൾ വേറെ നോക്കുവാണെങ്കിൽ വിദ്യോദയുണ്ട്, 1.4 കിലോമീറ്റർ. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വാസ്തുപരമായിട്ട് വടക്കോട്ട് ദർശനം വെച്ചിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. നമുക്ക് 3 കാറുകൾക്ക് വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 4.300 സെന്റ് സ്ഥലത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത്. വർക്ക് ഏരിയ ഉൾപ്പെടെ 2300 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. 4 ബെഡ്റൂമിലാണ് വീട് ചെയ്തിരിക്കുന്നത്. 4.3 ആണ് ലാൻഡ് അളവ് വരുന്നത്. 2300 സ്ക്വയർ ഫീറ്റിലാണ് ഇൻക്ലൂഡിംഗ് വർക്ക് ഏരിയ വീട് ചെയ്തിരിക്കുന്നത്. 4 ബെഡ്റൂമുകൾ 4 BHK ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 4 ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കാനായിട്ട് താഴെ ഒരു വർക്ക് ഏരിയ സ്പേസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ മുകളിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെറിയൊരു യൂട്ടിലിറ്റി സ്പേസും കിട്ടുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നല്ലൊരു വീടാണ്. റോഡിന് വളരെ അടുത്താണ്. ബസ് റൂട്ടിലേക്ക് ഈസി ആയിട്ട് എത്താവുന്ന ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചുറ്റിനും ഒരുപാട് ആളുകളൊക്കെ താമസിക്കുന്ന നല്ലൊരു വില്ല പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 1,15,00,000 രൂപയാണ്. 1.15 CR എന്നുള്ള ഇതിന്റെ പ്രൈസ്. മാർബിൾ ഹോംസ് വഴി പർച്ചേസ് ചെയ്യുമ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കംഫർട്ടായ റേറ്റിൽ വാങ്ങിച്ചു തരുന്നതായിരിക്കും. വീടിന് ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോൺ എടുത്തു തരാനായിട്ട് തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. വീട് എടുത്തു തരുന്നത് ടോക്കൺ കൊടുക്കുന്ന നിമിഷം തുടങ്ങി നിങ്ങൾക്ക് ഫൈനൽ കീ നിങ്ങളുടെ കയ്യിൽ ഹാൻഡ് ഓവർ ചെയ്യുന്ന ടൈം വരെയുള്ള എല്ലാ സഹായങ്ങൾക്കും മാർബിൾ ഹോംസ് തീർച്ചയായിട്ടും കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. വീട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലുള്ള ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.